കോഴിക്കോട് നഗരത്തിൽ കുണ്ടുങ്ങൽ പ്രദേശത്തെ മാലിന്യ വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചാവേദിയോടെ ഓൺ മീ ക്ലീൻ കേരള യാത്രയ്ക്ക് ജില്ലയിൽ സമാപനമായി. നഗരത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന മാലിന്യത്താൽ ദുരിതമനുഭവിക്കുന്ന കുണ്ടുങ്ങൽ പ്രദേശവാസികൾ തന്റേടം കൂട്ടായ്മയുടെ സഹകരണത്തോടെയാണ് ചർച്ച സംഘടിപ്പിച്ചത്. കാഴ്ചകൾ കാണാനുള്ളതാണെങ്കിലും കണ്ണേ മടങ്ങുക എന്ന് അറിയാതെയെങ്കിലും പറഞ്ഞു പോകുന്ന കാഴ്ചകൾക്ക് നടുവിലേക്കായിരുന്നു ജീവൻ ഓൺ മീ ക്ലീൻ കേരള യാത്ര കോഴിക്കോട് ജില്ലയിൽ അവസാന പര്യടന കേന്ദ്രമായ കുണ്ടുങ്ങൽ പ്രദേശത്ത് എത്തിയത്. കണ്ട കാഴ്ചകൾ ഭയാനകം. ഈ യാത്രയുടെ ടെക്നിക്കൽ എക്സ്പേർട്ട് ശ്രീ ശോഭീന്ദ്രൻ സാറുമായി ഇങ്ങ് കുണ്ടുങ്ങലിലുള്ള ഓരോ മാലിന്യ പ്രദേശങ്ങളും ഞങ്ങൾ സന്ദർശിച്ചു. വളരെ ഭയാനകമായ ദാരുണമായ കാഴ്ച. 30ഓളം വർഷമായി ഇതേ അവസ്ഥയാണത്രേ. ഓരോരുത്തരുടെയും കണ്ണുകളിൽ നിന്ന് തീപ്പാറുന്നത് പോലെ തോന്നി. വികസനം നഗരത്തിന്റെ മൊഞ്ചുകൂട്ടിയെങ്കിലും നഗരഹൃദയത്തിലെ കൈവഴിയായ കുണ്ടുങ്ങൽ ദേശം നഗരമാലിന്യം കൊണ്ട് വീർപ്പുമുട്ടുകയാണ്. മാറിയെത്തുന്ന ജനപ്രതിനിധികൾക്ക് മുമ്പിൽ പരാതിയെത്തിയാലും രോഗത്തിന്റെ ദുരിതം പേറി നഗരവാസികൾ ജീവിതം തള്ളി നീക്കുന്ന കാഴ്ച മാത്രം ഇവിടെ എന്നും കാണുന്നു. നിങ്ങൾ പറഞ്ഞു ഭയാനകരമാണെന്ന്. അപ്പോൾ ഒരു ദിവസം ഒരു മിനിറ്റുകളോ 5 മിനിറ്റുകളോ കണ്ട നിങ്ങൾക്ക് ഇത്ര തോന്നിയെങ്കിൽ ഇവിടെ പെറ്റു വളർന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഈ പ്രദേശത്ത് ഞാൻ എൻ്റെ വാപ്പൻ്റെ വാപ്പൊക്കെ ഇവിടുത്തെ തന്നെയാണ്. ഇത് സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടേ ഇരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മൂക്കുപൊത്തി അനുഭവം പറഞ്ഞല്ലോ, അതാണ് ശരി. അധികൃതർക്ക് മുമ്പിൽ പ്രശ്നം ചർച്ച ചെയ്യേണ്ടതല്ലേ എന്ന അവതാരകൻ ഷൗക്കത്ത് ചോദ്യമെറിയുമ്പോഴും കണ്ണു തുറന്നാൽ മാലിന്യ പ്രശ്നങ്ങളിലേക്കാണ് ഓരോ ദിനവും ഉണരുന്നതെന്ന് ജനപക്ഷം. മേയർ, ഡെപ്യൂട്ടി മേയർ, ഇവിടുത്തെ സഖാക്കൾ, ലീഗാർ, കോൺഗ്രസ്സുകാർ എല്ലാവരുടെ കയ്യിലൊക്കെ ഞങ്ങൾ മഴ നനഞ്ഞിട്ടാണ് ഞാനും ആ മരിച്ച കുട്ടീൻ്റെ ഉമ്മി അവിടെയുള്ള റെസിഡൻസിൻ്റെ കുറച്ച് ആളുകളും സ്ത്രീകളും കൂടിയിട്ട് നടന്നത്. നമ്മളെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. രാഷ്ട്രീയക്കാർ ഇതിലേക്ക് വരില്ല. അവർക്കിത് പോക്കറ്റ് അടിക്കാനുള്ള ഒരു വഴിയാണ്. പ്രശ്നങ്ങളെ താൽക്കാലികമായി ശമിപ്പിക്കാൻ ശ്രമിക്കുന്നവർ പുറമോട് ചെയ്തു വെച്ച് ജനങ്ങളെ വിഡ്ഢിയാക്കുന്നത് പറയാനും ചർച്ചയിൽ ആരും മടിച്ചില്ല. മന്ത്രി മുനീർ വാക്ക് പാലിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു അധികാരി പറയാൻ പറ്റാത്ത ഒരു വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് എൻ്റെ ഉത്തരവാദിത്തമല്ല എന്ന്. ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കേൾക്കാനെത്തിയ വാർഡ് കൗൺസിലർക്കാകട്ടെ പറയാൻ മറ്റൊരു കാരണവും. വാർഡ് കമ്മിറ്റി വിളിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ എല്ലാവരും എത്തിച്ചേരുന്നില്ല. അതെനിക്ക് വലിയൊരു വിഷമമുണ്ട്. കാരണം എനിക്ക് കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരു വേദിയായിരുന്നു വാർഡ് കമ്മിറ്റി. മാലിന്യ വിഷയത്തിന് പരിഹാരം തേടുന്നവർക്ക് മുമ്പിലേക്ക് പരിസ്ഥിതി പ്രവർത്തകൻ ശോഭീന്ദ്രൻ മാഷ് നിരത്തിയ നിർദ്ദേശങ്ങളോടെയാണ് ചർച്ച അവസാനിപ്പിച്ചത്. ഘട്ടം ഘട്ടമായിട്ട് അത് നടക്കത്തക്ക രീതിയിൽ ആദ്യം തന്നെ ചളി നീക്കുകയും അതിനുശേഷം മാത്രം സ്ലാബിട്ട് അതിനെ പരിപാലിക്കുകയും ചെയ്യണം. ജീവൻ ന്യൂസ്, കോഴിക്കോട്.